പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. അവൻ പടിപ്പുരവാതുക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്തിൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരവാതുക്കൽ നിൽക്കുന്നുവെന്ന് അറിയിച്ചു. ഈ വാക്യം വായിക്കണമേ നിങ്ങൾ. പത്രോസിനെ ഹെരോദാവ് പിടിച്ച് ജയിലിലിടുകയാണ്. യാക്കോബിനെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. താൻ അടുത്ത ദിവസം കൊല്ലപ്പെടാനിരിക്കുമ്പോഴാണ് ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി തന്നെ തൊടുന്ന മാത്രയിൽ തൻ്റെ ദേഹത്തിൽ നിന്ന് കെട്ടിയ കെട്ടുകൾ, ചങ്ങലകൾ താനേ അഴിഞ്ഞു വീഴുന്നു. തൻ്റെ മുന്നിൽ ജയിലിൻ്റെ വാതിലുകൾ തുറക്കുന്നു. 2-ാം കാവലും 3-ാം കാവലും പട്ടണത്തിൻ്റെ വാതിലും ഒക്കെ തുറന്നു വരുന്നു. ഇന്നെന്നെ കേൾക്കുന്നുണ്ട് ഞാൻ പറയാം, എല്ലാ തരത്തിലും ബ്ലോക്കായിപ്പോയി പാസ്റ്റർ. കേസുമായി ബന്ധപ്പെട്ട് ചിലർക്ക് പോലീസ് കേസായിരിക്കാം, ചിലർക്ക് ചില തടസ്സങ്ങളായിരിക്കാം, ആരൊക്കെയോ ബന്ധിതരായിരിക്കുന്നു. ഈ വചനം ഒരു ദൂതനെ പോലെ നിങ്ങളുടെ അടുത്ത് വരികയാണ്. ദൂതൻ തൊട്ടുടനെ, പാമ്പിന് ജീവനുള്ളതാണ്, ചങ്ങലയ്ക്ക് ജീവനില്ല കേട്ടോ. പാമ്പിനെ പോലെ താനേ അഴിഞ്ഞുപോയി. ജീവനുള്ള ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ദൂതൻ തൻ്റെ മേൽ പ്രകാശിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ജീവനായ പ്രകാശത്താൽ ഒന്ന് തൊട്ടപ്പോൾ ചങ്ങലകൾ പാമ്പഴിയുന്നത് പോലെ അഴിഞ്ഞു മാറിയെന്നാം. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് പറയാം, ജീവൻ്റെ വചനം നിങ്ങളെ ഇന്ന് തൊടുകയാണ്. ഈ വചനം തൊടുമ്പോൾ തന്നെ നിങ്ങളുടെ കാതിൽ പതിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ ചില കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. നിങ്ങളുടെ സമ്പത്തിനെ കെട്ടിയതായിരിക്കാം, ചില ഹെരോദ്യ ശക്തികൾ നിങ്ങളുടെ മിനിസ്ട്രിയെ കെട്ടിയതായിരിക്കാം, നിങ്ങളുടെ തലമുറയെ കെട്ടിയതായിരിക്കാം, ചില അഡിക്ഷനുകളിൽ കെട്ടിക്കളഞ്ഞതായിരിക്കാം, ബന്ധങ്ങളിൽ കെട്ടിക്കളഞ്ഞതായിരിക്കാം. ഇന്നതിനെ സ്വർഗത്തിലെ ദൈവം അഴിക്കുകയാണ്. ഭയങ്കര ഒരു സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസ്. എത്ര ബന്ധനങ്ങൾ, എത്ര വാതിലുകൾ തുറന്നാണ് സൂപ്പർ നാച്ചുറലായ ആൾ പുറത്തു വരുന്നത്. നോക്കൂ, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന് നടുവിൽ വന്ന് താൻ വാതിക്കൽ മുട്ടി. രോദ എന്നൊരു ബാല്യക്കാരി വന്നിട്ട് പത്രോസിനെ കണ്ടു. സന്തോഷത്താൽ, ആ വാക്യം കണ്ടോ, സന്തോഷത്താൽ പടിവാതുക്കൽ തുറക്കാതെ ഓടിപ്പോയി. സ്വർഗത്തിൽ നിന്ന് ദൂതം വന്ന വഴി തുറന്നു കൊടുത്ത ആളാ. പക്ഷെ ഭൂമിയിലുള്ള ചില ആളുകൾ നിങ്ങളെ കാണുന്നു, സന്തോഷിക്കുന്നു, നിങ്ങളുടെ വിടുതൽ ഭയങ്കരമാണ്, നിങ്ങളുടെ രക്ഷ ഭയങ്കരമാണ്, പക്ഷെ ഒരു വാതിൽ തുറന്നു തരുന്നില്ല. കഷ്ടം, എത്ര കഷ്ടമാണ്. 16-ാമത്തെ വാക്യം 12-ാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ മുട്ടിക്കൊണ്ടേയിരുന്നു, അവർ വന്ന് വാതിൽ തുറന്നു, അവനെ കണ്ട് സന്തോഷിച്ചു. ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വാതിലടച്ചോ, മുട്ടിക്കൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ഉപവസിച്ചുകൊണ്ടേയിരിക്കുക, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഒരാളാണ് വാതിൽ തുറക്കാതെ പോയെങ്കിൽ കൂട്ടമായി ചിലർ വരാൻ പോവുക. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, നേഷ്യൻസ് ഒക്കെ നിങ്ങളെ വന്ന് കാണാൻ പോവുക. നിങ്ങളുടെ മുന്നിൽ ആ വാതിൽ തുറക്കും. ഇന്ന് ഞാൻ പ്രവചനമായി പറയാം, അടഞ്ഞ വാതിലുകൾ ദൈവദൂതൻ തുറന്നിട്ടും ഭയങ്കര ഒരു സാക്ഷ്യമുള്ള ആളായിട്ടും നേരോടെ നെറിയോടെ നിന്നിട്ടും നിങ്ങളുടെ മുന്നിൽ ചില ആളുകൾ കണ്ട് സന്തോഷം പറഞ്ഞു, ഓ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽ തുറക്കാതെ, ഒരു സാധ്യത, ഒരു ചാൻസ് തരാതൊക്കെ പോയവരുണ്ടല്ലോ. നിങ്ങൾക്കൊരു റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ പേര് റെക്കമെൻഡ് ചെയ്യാൻ രക്ഷപ്പെടും. അവരുടെ മുന്നിൽ, ശത്രുക്കളുടെ മുൻപിൽ, അവർ ശത്രുക്കളാണെന്നല്ല, ഈവിൽ വേൾഡ് എന്ന ശത്രുക്കളുടെ മുന്നിൽ വലിയ മേശ തുറന്നു തരാൻ പോകർത്താവും. വലിയ സാധ്യതകൾ തുറക്കി അവർ വന്ന് തുറന്നതുപോലെ നിങ്ങളുടെ മുന്നിൽ ഈ മാസം അവസാനിക്കുന്നതിന് മുൻപേ, അല്ല അടുത്ത മാസം കയറുന്നതിന് മുൻപേ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര ഓപ്പണിങ്ങൾ ഉണ്ടാകാൻ പോകുക. അവർ വന്ന വാതിൽ തുറക്കും. എണ്ണിക്കൂടാൻ കഴിയാത്ത വാതിലുകൾ തുറക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുറന്നു വരുന്ന വാതിലിലേക്ക് സ്തുതികളോടെ, സ്തോത്രത്തോടെ കയറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുടുംബമായി നിങ്ങളെ മാനിക്കട്ടെ. ആമേൻ.